ഇത്തവണത്തേത് അവസാന ലോകകപ്പെന്ന് സ്ഥിരീകരിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ. നാളത്തേത് അവസാന ലോകകപ്പ് മത്സരമാകില്ലെന്ന് പ്രതീക്ഷ. കളിക്കളത്തിൽ പരമാവധി തുടരാനാണ് ആഗ്രഹമെന്നും എല്ലാ നിമിഷവും ആസ്വദിക്കുകയാണെന്നും സൂപ്പർ താരം. അമേരിക്കൻ കമ്പനി കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ സമവായ ചർച്ച ഇന്ന്. ചർച്ചയിൽ ലേബൽ കമ്മീഷണറും ജനപ്രതിനിധികളും പങ്കെടുക്കും. കമ്പനി അധികൃതർ പങ്കെടുക്കുമോ എന്നതിൽ ആശങ്ക. പിരിച്ചുവിടലുമായി മുന്നോട്ടെന്ന് കോറോ ഹെൽത്ത് അധികൃതർ. മാനേജ്മെന്റുമായി ചർച്ച നടത്താൻ തൊഴിൽ മന്ത്രി. ജൂലൈ 10 ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച. പ്രിയദർശിനി പദ്ധതിക്ക് പിന്നാലെ പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിലേക്ക്. കാസർഗോഡ് നിന്ന് സ്വകാര്യ ബസ് പണിമുടക്ക്. സ്വകാര്യ ബസ്, ടാക്സി, ഓട്ടോ തൊഴിലാളി സംഘടനകളുടെ സംയുക്ത യോഗം ഇന്ന്. KSRTC സർവീസുകൾ കൂടുതലുള്ള ജില്ലകളിൽ പ്രതിസന്ധി രൂക്ഷമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. പരീക്ഷാ ക്രമക്കേട് ആരോപണങ്ങൾക്കിടെ ഇന്ന് നിർണായക PSC യോഗം. ആസൂത്രണ ബോർഡിലെ പരീക്ഷാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം അട്ടിമറിച്ചെന്ന വിഷയം ചർച്ചയാകും. അന്വേഷണം പരീക്ഷാ കൺട്രോളർക്ക് നൽകിയ ചെയർമാന്റെ തീരുമാനത്തിൽ മറ്റംഗങ്ങൾക്കും അതൃപ്തി. കേരളത്തിൽ നടുക്കിയ നെന്മാർ ഇരട്ടക്കൊലപാതക കേസിൽ ശിക്ഷാവിധി ഇന്ന്. കൊടും കുറ്റവാളി ചെന്താമരയ്ക്ക് ശിക്ഷ വിധിക്കുക പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. പോത്തുണ്ടി സ്വദേശി സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയത് 2025 ജനുവരി 27. വധശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പ്രോസിക്യൂഷനും സുധാകരന്റെ മക്കളും. വിംബിൾഡണിൽ സബലങ്കയെ അട്ടിമറിച്ച് നവോമി ഒസാക്ക. ലോക 1-ാം നമ്പറിനെ വീഴ്ത്തിയത് നേരിട്ടുള്ള സെറ്റുകൾക്ക്. നവോമി വിംബിൾഡൺ ക്വാർട്ടറിലെത്തുന്നത് ഇതാദ്യം. വനിതകളിൽ കൊക്കോ ഗോഫും ക്വാർട്ടറിൽ.